ജെറമിയ 17:14. കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് രോഗശാന്തിയെക്കുറിച്ച് 2 വാക്ക് പറയാനാണ് ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈശോ മെസ്സേജ് തന്നത്. ഈ വചനം ശ്രവിക്കുമ്പോൾ രോഗികളായ എല്ലാ മക്കളും സൗഖ്യം പ്രാപിക്കാൻ നമുക്കൊന്നിച്ച് കർത്താവായ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. നീ എന്റെ ഭവനത്തിൽ വരുവാനെനിക്കില്ല യോഗ്യത തെല്ലും നാഥ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആപാദചൂടം ഞാൻ സുഖമാകുവാൻ, മനസ്സാകുമോ നാഥ സുഖമാകുവാൻ. അനാഥരല്ല, ബലഹീനരല്ല, നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ. അനാഥരല്ല, ബലഹീനരല്ല, നീ കൂടെയുള്ളപ്പോൾ ഞങ്ങൾ. വിശ്വാസത്തിൻ ഫലമുളവാകാൻ കൃപ ചൊരിയേണമേ നാഥ. കൃപ ചൊരിയേണമേ നാഥ. മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ, ഒരു വാക്കു കൽപ്പിച്ചാൽ മതിയാകുമല്ലോ. ആപാദചൂടം ഞാൻ സുഖമാകുവാൻ, മനസ്സാകുമോ നാഥ സുഖമാക്കുവാൻ. യാക്കോബ് 5:15 ഈശോ പറയുന്നു, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. യോബ് 5:18 ദൈവമായ കർത്താവ് പറയുന്നു, അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വെച്ചുകെട്ടും. അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. സങ്കീർത്തനം 30:2 എന്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. വീണ്ടും ജെറമിയ 17:14 വചനം പറയുന്നു, കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എന്റെ പ്രത്യാശ. യെശയ്യാ 58:8 അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും. എങ്ങനെയാണ് പൊട്ടിവിരിയുന്നത്? ഭവനമില്ലാത്തവനെ ഭവനത്തിൽ പ്രവേശിപ്പിക്കുക, ഭവനത്തിൽ അവന് പാർക്കുവാൻ ഇടം കൊടുക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക. അതുപോലെ ജയിലുകളിൽ പോയി രോഗികളെ കാണുക, വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുക. ഇതൊക്കെ ചെയ്താൽ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രഭാഷകൻ 38:9 പറയുന്നു, മകനേ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും.
രോഗം വരുമ്പോൾ നമ്മള് ഡോക്ടറെ കാണണം. അത് കൂടാതെ നമ്മുടെ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ദൈവത്തോട് ഒരു മടുപ്പും തോന്നാതെ നമ്മുടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. 2 രാജാക്കന്മാർ 20:5 രാജാവായ ഹെസക്കിയാ സുഖം പ്രാപിക്കാൻ വേണ്ടി യെശയ്യാ പ്രവാചകനോട് ദൈവമായ കർത്താവ് പറയാണ്, ഞാൻ നിന്റെ കണ്ണുനീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. ഹെസക്കിയാ രാജാവ് മരണത്തോട് മല്ലടിച്ച് മരിക്കാറായി കിടക്കുകയാണ്. അപ്പോഴാണ് ദൈവമായ കർത്താവ് യെശയ്യാ പ്രവാചകനോട് പറയുന്നത്, നീ ചെന്ന് ഹെസക്കിയായോട്, എന്റെ ജനത്തിന്റെ രാജാവായ ഹെസക്കിയായോട് പറയുക, ഞാൻ നിന്റെ കണ്ണുനീര് കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു, നിന്നെ ഞാൻ സുഖപ്പെടുത്തുമെന്ന്. അതുപോലെ പുറപ്പാട് 15:26 കർത്താവിന്റെ വചനം പറയുന്നു, അവിടുന്ന് അരുളിച്ചെയ്തു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നും നിന്റെ മേൽ വരുത്തുകയില്ല, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ ശരിയായത് പ്രവർത്തിക്കണം, അവിടുത്തെ കൽപ്പനകളെല്ലാം അനുസരിക്കണം, ചട്ടങ്ങൾ പാലിക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും വരികയില്ലെന്ന് കർത്താവ് നമ്മളെ സുഖപ്പെടുത്തുമെന്ന്. അതുപോലെ ജെറമ്യാ 30:17 കർത്താവ് പറയാണ്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളിച്ചെയ്യുന്നു. പുതിയ നിയമത്തിലേക്ക് മർക്കോസ് 5:34 അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. പഴയ നിയമത്തിലെ ഹെസക്കിയാ രാജാവ് ഭയങ്കര വലിയ രോഗിയായിരുന്നു, അവനെ കർത്താവ് സുഖപ്പെടുത്തി. അതുപോലെ ജോബിനെ സുഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഇസ്രായേൽ ജനത്തോടും പറഞ്ഞ് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഏശയ്യായില് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. എന്ത് ചെയ്താൽ വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും അതുപോലെ ഭവനരഹിതനെ വീട്ടിൽ പ്രവേശിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതുപോലെ പുതിയ നിയമത്തിലേക്ക് രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു, ഈശോ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു, അന്ധനെ സുഖപ്പെടുത്തുന്നു, മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നു, മരിച്ച ബാലികയെ ഉയർപ്പിക്കുന്നു, ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു, നായിലെ വിധവയുടെ മകനെ പുനരുജ്ജീവിപ്പിക്കുന്നു. കർത്താവ് പറയാണ്, നമ്മളോടും വിശ്വസിക്കുന്നവരോടും അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. നമ്മൾക്ക് നല്ല വിശ്വാസമുണ്ടെങ്കിൽ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണെങ്കിൽ, നമുക്ക് നമ്മുടെ അടുത്തുള്ളത്, നമ്മുടെ ഭവനത്തിലുള്ളത്, അതുപോലെ രോഗശാന്തിക്ക് വേണ്ടി നമുക്ക് ആർക്ക് വേണമെങ്കിലും ആരുടെ വേണമെങ്കിലും നമുക്ക് കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വിശ്വാസം വേണം, അപ്പോൾ അവർ സൗഖ്യം പ്രാപിക്കും. അത് നമ്മൾ യേശുവിന് സാക്ഷിയായി മാറും. അതുപോലെ സാപത്തില് കർത്താവ് രോഗശാന്തി നൽകുന്നുണ്ട്. സാപത്തിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? അപ്പോഴത്തേന് സിനഗോഗിലുള്ളവരെല്ലാം നിശബ്ദരായിരുന്നു. അവർ യേശുവിനെ കുറ്റം ആരോപിക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവരോട് പറഞ്ഞു, യേശു ആ സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുള്ളവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി, അത് സുഖപ്പെട്ടു. പിശാചുബാധിതനെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. ഈശോ കഫർനാമിലെത്തിയപ്പോഴത്തേനും അവിടെ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ വന്നു. അവൻ അലറി, നസ്രായനായ യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. പിശാചിന് യേശുവിനെ കണ്ടപ്പോൾ തോന്നി അത് ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന്. യേശു അവനെ ശ്വാസിച്ചിട്ട് അവനിലുള്ള അശുദ്ധാത്മാവിനെ പുറത്തുവിട്ട് അവനെ സുഖപ്പെടുത്തി. ശിമയോന്റെ വീട്ടിൽ ചെന്ന് അവിടുത്തെ അമ്മായി അമ്മേനെ സുഖപ്പെടുത്തി.
തളർവാദ രോഗിയെ 4 പേര് എടുത്തുകൊണ്ട് വന്നതാണ്. തളർവാദ രോഗി അവരുടെ ആ എടുത്തുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നീ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം ആ തളർവാദ രോഗി സൗഖ്യം പ്രാപിച്ചു. ഇന്നും തളർന്നു കിടക്കുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പാപിയാണെന്നോർത്ത് വിഷമിക്കണ്ട. പാപങ്ങൾ ഈശോയുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് നമ്മള് പശ്ചാത്തപിച്ച് നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി കൈനീട്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകും. കർത്താവ് സൗഖ്യം നൽകുന്ന ദൈവമാണ്. നമ്മുടെ ദൈവമായ കർത്താവാണ്. ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട്. ഈശോ പിശാച് ബാധിതനെ സുഖപ്പെടുത്തിയ പോലെ ഈശോ എന്നാ പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് സുഖം പ്രാപിക്കുക. രക്തസ്രാവക്കായ സ്ത്രീയോട് ഈശോ അങ്ങനെയാണ് പറഞ്ഞത്. വിശ്വാസമുണ്ടെങ്കിൽ സൗഖ്യം പ്രാപിക്കും. അതുപോലെ സീറോ ഫെനീഷ്യൻ സ്ത്രീയുടെ വിശ്വാസം അതുപോലെയാണ്. വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവൾക്ക് സൗഖ്യം കിട്ടിയത്. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചു മകളുണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവന്റെ കാൽക്കൽ വീണു. അവള് സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തന്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, ആദ്യം മക്കൾ ഭക്ഷിച്ചു തൃപ്തരാകട്ടെ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അപ്പോൾ അവൾ എന്താ പറഞ്ഞത്, ശരിയാണ് കർത്താവേ, എങ്കിലും മേശയ്ക്ക് കീഴെ മനുഷ്യരുടെ കയ്യിൽ നിന്ന് വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന നായ്ക്കള് തിന്നുന്നില്ലേ, ബാക്കി വന്ന അപ്പകഷ്ണങ്ങളൊക്കെ നായ്ക്കള് തിന്നുന്നില്ലേ, അതുപോലെ എന്നെയും മകളെയും സുഖപ്പെടുത്തിക്കൂടെ എന്നാണ്. അപ്പോൾ ഈശോ അവളോട് പറഞ്ഞു, നിന്റെ വാക്ക് മൂലം നീ തോൽക്കൊള്ളുക, പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. ഈ സ്ത്രീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സൗഖ്യം പ്രാപിച്ചു കുട്ടി കട്ടിലിൽ കിടക്കുന്നതാണ് അവൾ കണ്ടത്. പിശാച് അവളെ വിട്ടുപോയിരുന്നു. അതുപോലെ ബദിരനെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ട്. ചെവി കേൾക്കാൻ പാടില്ലാത്തത്, ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവനെ ഈശോ കൈ നീട്ടി അവന്റെ ജനക്കൂട്ടിൽ മാറ്റുന്നവന്റെ ചെവികളിൽ വിരലുകൾ ഇട്ടു. തുപ്പലുകൊണ്ട് അവന്റെ നാവിൽ സ്പർശിച്ചു. സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് യഫാത്ത, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ഉടനെ അവന്റെ ചെവികൾ തുറന്നു, നാവിന്റെ കെട്ടഴിഞ്ഞു, അവൻ സ്ഫുടമായി സംസാരിച്ചു. ഇതെല്ലാം വിശ്വാസമുള്ളത് കൊണ്ടാണ്. നമുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അന്ധനെ സുഖപ്പെടുത്തിയത് ഈശോ അങ്ങനെയാണ്. ഈശോ ബെത്സയിലെത്തിയപ്പോഴത്തേന് അന്ധനെ കുറെ പേര് ചേർന്ന് കൊണ്ടുവന്നു. അവനെ സ്പർശിക്കണമെന്ന് അവർ യേശുവിനോട് അപേക്ഷിച്ചു. യേശു എന്ത് ചെയ്തു, അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അപ്പൊ നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നതും നടക്കുന്നതായും കാണുന്നെന്ന് പറഞ്ഞു. അപ്പോൾ യേശു വീണ്ടും അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അപ്പോൾ അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടി. എല്ലാ വസ്തുക്കളും അവൻ വ്യക്തമായി കണ്ടു. അവൻ പറഞ്ഞു, വീട്ടിൽ പോയി നീ എന്നെ വീട്ടിലുള്ളവരോടൊക്കെ നിന്റെ കണ്ണിന് സൗഖ്യം കിട്ടിയത് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞു. നമുക്കും യേശുവിനോട് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സൗഖ്യം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സാക്ഷ്യപ്പെടുത്താം. ഒരിക്കലും നമുക്ക് കിട്ടിയ സൗഖ്യം നമ്മൾ സാക്ഷ്യപ്പെടുത്തരുത്. നമ്മൾ അറിഞ്ഞ യേശുവിനെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, സാക്ഷ്യപ്പെടുത്തുക. എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു, എന്റെ ദൈവമായ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു എന്ന് നമ്മൾ മറ്റുള്ളവരിലേക്ക് ആ സാക്ഷ്യം പറഞ്ഞു കൊടുക്കുക. അവരും വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും കൂടുതൽ മോശമായതൊന്നും ചെയ്യാതിരിക്കാൻ, മേലിൽ പാപം ചെയ്യാതിരിക്കുകയും ചെയ്യും. നമുക്ക് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സ്നേഹനാഥനായ ഈശോയെ, രോഗശാന്തി നൽകുന്ന ഈശോയെ, ദിവ്യവൈദ്യനും ഔഷധവുമായ ഈശോയെ, എല്ലാ രോഗികളെയും അവിടുന്ന് തൊടണമേ, സുഖപ്പെടുത്തണമേ, അവിടുന്ന് സ്പർശിക്കണമേ. യേശുവേ, 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 രക്ഷക, സൗഖ്യദാതാവേ, ഹല്ലേലൂയ, 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 സിയാ ദിയാ 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 ദിയാ, സൗഖ്യാലി മാറാ സിയാഹി ബാലാ റസ്യാ സിയാസി ബാറാ 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 ബാ. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്നൊരു നിമിഷം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ അമ്മേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.